എനിക്ക് കുറച്ച് നാൾ മുമ്പേ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. കെ.എൽ. രാഹുലിന്റെ ബീസ്റ്റ് മോഡിലേക്കുള്ള ഒരു മടങ്ങിവരവിനായിരിക്കും ഇത്തവണത്തെ ഐപിഎൽ സാക്ഷ്യം വഹിക്കുന്നത്. ഏകദേശം കാര്യങ്ങൾ അതുപോലെയൊക്കെയാണ് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ചില മത്സരങ്ങളിൽ മെല്ലെപ്പോക്കും ചില മത്സരങ്ങളിൽ വെടിക്കെട്ടുമായിട്ടൊക്കെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകടനം തന്നെയാണ് കെ.എൽ. രാഹുൽ കാഴ്ചവെച്ചത്. ഇനിയിപ്പോൾ ഐപിഎല്ലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് 14.5 കോടി ആളിനെ സ്വന്തമാക്കി ക്യാപ്റ്റൻസി പദവി കൂടി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പുറത്തേക്ക് വന്ന NDTV ഉൾപ്പെടെയുള്ള സകല ഇന്ത്യൻ സ്പോർട്സ് മാധ്യമങ്ങളുടെയും റിപ്പോർട്ട് അനുസരിച്ചിട്ട് കെ.എൽ. രാഹുലിന് ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ പദവി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ അത് നിരസിച്ച് കളയുകയായിരുന്നു. എനിക്ക് ക്യാപ്റ്റൻസിയുടെ പ്രഷർ എടുക്കാൻ വയ്യ, ഒരു പ്ലെയറായിട്ട് തന്നെ ടീമിനോടൊപ്പം തുടരുന്നതിനാണ് ഞാൻ കൂടുതൽ സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പം ഉത്തരവാദിത്തങ്ങളുടെ അമിത ഭാരങ്ങളൊന്നും എടുത്തു വെക്കാതെ തൻ്റെ അഴിഞ്ഞാട്ടത്തിന് തന്നെ ആയിരിക്കും രാഹുൽ തയ്യാറെടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു സാഹചര്യത്തിൽ അക്സർ പട്ടേൽ ആയിരിക്കും ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റൻ ആവാൻ പോവുക എന്ന് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മാധ്യമങ്ങളും അക്സർ പട്ടേൽ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഗംഭീർ എന്തായാലും അക്സർ പട്ടേലിന് ബാറ്റിങ്ങിനോടുള്ള പ്രൊമോഷൻ നൽകി ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് ഒന്നുകൂടി കരുത്തുള്ളതായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും രാഹുൽ ക്യാപ്റ്റൻ പദവിയിൽ ഏറ്റെടുക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് അക്സർ പട്ടേൽ ആയിരിക്കും ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ നായകൻ എന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നു.